ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിനകത്താണ്. ഇപ്പോൾ അഴിയെണ്ണുകയാണ് കാക്കനാട് ജയിലിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും വകവെച്ച് കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല ഇവിടെയുള്ളത്. ഈ നാട്ടിലെ സ്ത്രീകളുടെ അഭിമാനത്തിന് വിലയുണ്ട്. അതില്ലാതെ ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാശിൻ്റെ ആ പെരുപ്പമൊക്കെ അങ്ങ് കൈവച്ചുകൊണ്ടാൽ മതി, അതൊക്കെ അവിടെ ഇരിക്കും. പക്ഷേ വിവരമറിയും എന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനോട്. കാശൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ കയ്യിലിരിപ്പ് നന്നാകണം, അല്ലെങ്കിൽ ശരിയാകില്ല. ഏതായാലും ഇന്നിപ്പോൾ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന ഹണി റോസിൻ്റെ പരാതിയിലെടുത്ത കേസിലാണ് ഇന്നിപ്പോൾ വീണ്ടും ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ എന്താണ് നോക്കാം നമുക്ക് ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ് പറയുന്നില്ല, കാരണം നമ്മുടെ ഭാവഗായകൻ നമ്മളെ വിട്ടുപോയ ദിവസത്തിൻ്റെ ബാക്കിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശുഭദിനം പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നില്ല. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലാണ്, കാക്കനാട് ജയിലിൽ ഇപ്പോൾ ഇങ്ങനെ അഴിയെണ്ണിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതാണല്ലോ പണി, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ അഭിമാനത്തിന് വില നൽകുന്ന ഒരു സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. ഈ കാശിൻ്റെയും മറ്റുമൊക്കെ അഹങ്കാരത്തിൽ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മോശം പറയാനിറങ്ങിയാൽ വിവരമറിയും എന്ന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലായിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഈ ഫാൻസ് എന്ന് പറയുന്ന വെട്ടുകിളി കൂട്ടമുണ്ടല്ലോ, അവർക്കും മനസ്സിലായിട്ടുണ്ടാകാം. ഇന്നലെയും ചില കലാപരിപാടികൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഇന്ന് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ടോ? മനു, അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. മനു സൂചിപ്പിച്ചതുപോലെ ഉന്നത സ്വാധീനവും പണവുമൊക്കെ ഉള്ള ഒരാൾ ജയിലിൽ കിടക്കുകയോ എന്ന് പലരും കരുതിയതാണ്. അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട്, ആ ചിന്തയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിൽ തുടരുന്നത്. സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് അയാളെ പുറത്തിറക്കാനുള്ള നീക്കം ആരംഭിക്കും. ഇന്നലെ തന്നെ ഈ റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച് കോടതി മുറിയിൽ നിന്ന് തന്നെ നേരെ പോകാം എന്ന് കരുതിയതാണ്. പക്ഷേ അതിശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുന്ന കാഴ്ച ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടു. ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് വളരെ സമർത്ഥമായി കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു. ആ നിലപാടിനെ, പ്രോസിക്യൂഷൻ നിലപാടിനെ കോടതി പിന്തുണച്ചു. ജാമ്യാപേക്ഷ തള്ളി ജയിലിലേക്ക് അയച്ചു. ജയിലിലെത്തും മുമ്പ് ചില ബോബി ചെമ്മണ്ണൂരിന് ശാരീരികാസ്വാസ്ഥ്യങ്ങളും അങ്ങനെ പലതുമൊക്കെ ഉണ്ടായി. അത്തരത്തിലൊരു സാധ്യത തുറന്നു കിട്ടുമോ എന്നുള്ള പരിശോധനയായിരിക്കാം. ആ തരത്തിലുള്ള കാഴ്ചയും അവിടെ കണ്ടു. പക്ഷേ ഡോക്ടർമാർ വിധി എഴുതി ബോബി ചെമ്മണ്ണൂരിന് കിടത്തി ചികിത്സ ആവശ്യമില്ല, തുടർന്നുള്ള നടപടികളിലേക്ക് പോകാം എന്ന് ഡോക്ടർമാരും സർട്ടിഫൈ ചെയ്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. ഇന്ന് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കയറും മുമ്പ് ഏതാനും വാക്കുകൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ തന്നെ പറഞ്ഞത് നാളെ, അതായത് ഇന്ന് തന്നെ ജില്ലാ കോടതിയിൽ, എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും, അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നൊക്കെയാണ്. പക്ഷേ അഭിഭാഷകരിൽ നിന്നറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജില്ലാ കോടതിയെ മറികടന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് സമീപിക്കാൻ കഴിയും. ഈ മജിസ്ട്രേറ്റ് കോടതിയിലെ ജാമ്യാപേക്ഷ തള്ളിയാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ജില്ലാ കോടതിയിൽ നൽകാം, ഹൈക്കോടതിയിൽ നേരിട്ട് നൽകാം. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ നേരിട്ട് നൽകി ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ളൊരു നീക്കം അഭിഭാഷകർ വഴി നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെയും മറ്റന്നാളും ഹൈക്കോടതി അവധിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ച് ഇന്ന് തന്നെ അത് കോടതിയെ കൊണ്ട് പരിഗണിപ്പിച്ച് ഒരു ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടുമോ എന്ന് നോക്കാനാണ് പരിശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറങ്ങാനുള്ളൊരു വഴി തെളിയും. അതല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ജാമ്യം കിട്ടിയാലല്ലേ അല്ലേ ഉമേഷ്, ജാമ്യം കിട്ടിയാലല്ലേ പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുക. ഉമേഷ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സത്യത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ബോബി ചെമ്മണ്ണൂരിനെ പോലൊരാൾ ജയിലിൽ പോകുമെന്ന്? ഇയാൾ എത്ര കാലം ഈ വലിയ മറ്റേ ചാരിറ്റി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ കിടന്ന് ഈ ആഘോഷിക്കുന്നത്. എത്ര കാലമായി നമ്മൾ എത്ര ഈ ഇൻ്റർവ്യൂകൾ എടുത്താലും ഈ സ്ത്രീകളെക്കുറിച്ച് ഈ രണ്ടർത്ഥം വരുന്ന വർത്തമാനമല്ലാതെ ഇയാൾ പറയാറുണ്ടായിരുന്നില്ല. എത്ര ചാരിറ്റി ചെയ്യുന്നവരാണെങ്കിലും ഈ പോക്കൃത്തരം അങ്ങനെ തന്നെ പച്ച മലയാളത്തിൽ പറയേണ്ടി വരും. അതിനൊരു പരിധിയില്ലേ? ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ടല്ലോ, എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഒന്ന് നോക്കൂ, ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിലായി, ദിലീപ് ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ബിഷപ്പ് ഫ്രാങ്കോ എന്ന് പറയുന്ന പള്ളിയിലച്ചൻ,
അയാൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. സിദ്ദിഖിൻ്റെ കേസ് നമുക്കറിയാം. ഇതൊക്കെ സംഭവിച്ചത് ഉമേഷ് ഒന്ന് ഓർത്തു നോക്കൂ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ജയിലിൽ കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ദിലീപൊന്നും അകത്തു പോകുമായിരുന്നില്ല. ഈ ബോച്ചയൊക്കെ സുഖമായി നടക്കുമായിരുന്നു. അത് പ്രധാനമാണ് മനു. കാരണം പണ്ട് എല്ലാവരുടെയും ഒരു ചിന്ത ആ തരത്തിലായിരുന്നു. ഈ പ്രതിസ്ഥാനത്ത് വരുന്നത് ഏതെങ്കിലും ഉന്നതനാണെങ്കിൽ അവരെ പിന്നീട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല, മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ ജാമ്യമൊക്കെ വേഗം നേടി ജയിൽവാസമൊന്നും ഇല്ലാതെ ഇറങ്ങിപ്പോരും എന്നൊക്കെ ഒരു ചിന്തയാണ് പണ്ടുണ്ടായിരുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ 2016 ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ അത്തരം ഒരാനുകൂല്യവും ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് മുൻപിലുള്ള ചരിത്രമാണ്. 2016 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണത്. ആരായാലും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്, സമന്മാരാണ്. എത്ര പണവും സ്വാധീനമുണ്ടെങ്കിലും ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ശക്തമായ അന്വേഷണവും ഉണ്ടാകും, നിയമ നടപടികൾ ഏറ്റുവാങ്ങേണ്ടത് ആയി വരും, അതിന് വിധേയരാകേണ്ടി വരും എന്ന സൂചനയാണ് ഓരോ ഘട്ടത്തിൽ നൽകിയത്. ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ ഹണി റോസ് പരാതി നൽകുമ്പോൾ ഒരുപക്ഷെ ഹണി റോസ് തന്നെ കരുതിയിരുന്നോ എന്നുള്ളത് സംശയമാണ്. ഇത്ര പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ തൻ്റെ ഒരു പരാതിയിൽ ഇത്ര വേഗം, അതും ഇത്ര ഉന്നത സ്വാധീനമുള്ളയാൾ ഇങ്ങനെ പിടിയിലാകും, ജയിലിലേക്ക് പോകും എന്നൊരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല. അതിനുശേഷം ഹണി റോസ് തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു, നമ്മുടെ നിയമവ്യവസ്ഥയിൽ അത്രയും സത്യവും ശക്തിയുമുണ്ട് എന്ന് ബോധ്യമായി എന്നുള്ളതാണ് ഹണി റോസ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവച്ചിരിക്കുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ, അയാൾക്കെതിരെ ഒരു പരാതി ലഭിക്കുമ്പോൾ ആ നിമിഷം മുതൽ അയാൾ എവിടെയുണ്ട് എന്നുള്ള പരിശോധന എറണാകുളം സെൻട്രൽ പോലീസ് തുടങ്ങി എന്നുള്ളതാണ്. അന്ന് തന്നെ വയനാട്ടിലുണ്ട് എന്ന് ബോധ്യമായി അപ്പോൾ മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വയനാട്ടിലെത്തുകയും അവിടെ പോലീസ് തങ്ങുകയും പിറ്റേന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ കയ്യോടെ പിടികൂടുകയാണ്. അയാളുടെ റിസോർട്ടിൽ നിന്ന് മറ്റെവിടേക്കോ പോകുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തിയാണ് കാറിൽ നിന്ന് വിളിച്ചിറക്കി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നത്. ഈ കാഴ്ചയൊക്കെ അപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ കൃത്യമായ നടപടിയിലേക്ക് പോലീസ് രാത്രിക്ക് രാത്രി കടന്നു എന്നുള്ളതാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് അന്ന് വൈകിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും 10 മിനിറ്റിനകം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചു. വൈദ്യപരിശോധന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ, ഓരോ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അതുപോലെ പോലീസ് പൂർത്തിയാക്കി. ഒരു തരത്തിലുള്ള ഇളവോ ആനുകൂല്യമോ നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകിയ സന്ദേശവും. ഒരു സ്ത്രീ നേരിട്ട് നൽകിയ ഒരു പരാതിയാണ്. അത് ആ ഗൗരവത്തിലെടുത്ത് നടപടിയിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ചുമതല. അത് പോലീസ് ഭംഗിയായി നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇന്നലെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി 2-3 മണിക്കൂർ ഈ വാദപ്രതിവാദം നീണ്ടുവന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനടക്കം കോടതിയിൽ ഹാജരായി വാദമുഖങ്ങൾ ഉന്നയിച്ചതാണ്. ഒരു ഘട്ടത്തിൽ ജാമ്യം കിട്ടുമോ നമുക്ക് നോക്കാം. ഏതായാലും ഇന്ന് അയാൾ ജാമ്യം അപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കാക്കനാട് ജയിലിൽ കിടക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ആ അറസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല, പക്ഷേ വളരെ വേഗത്തിൽ പോലീസ് ആക്ഷൻ എടുക്കുകയും ജയിലഴിക്കുള്ളിലാക്കുകയുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്.